ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ലോങ്സ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോസ്റ്റ് ഇടാതെ ഇരുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ അല്ലെ. ഏകദേശം 10-15 ദിവസത്തോളമായി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സംസാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. എന്താന്ന് വെച്ചാല് 15 ദിവസത്തോളം ഒരു പോസ്റ്റ് പോലും കാണാണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്തുമാത്രം ബിസി ആയിരുന്നു എന്നുള്ളത്. പക്ഷെ യൂട്യൂബിലുള്ള ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല, അവരെന്നെ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു അല്ലെ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ ഫുൾ ജോലിയിൽ തിരക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ജോലിയിൽ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രോജക്റ്റ് ഗവൺമെന്റ് പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി അബുദാബിയിലായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. ബിക്കോസ് നമുക്ക് അവിടെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ പറ്റില്ല. ഏതൊരു കാര്യം ഞാൻ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഇല്ലെങ്കിൽ ഏതൊരു ടാസ്ക് ഞാൻ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഒരു കുക്കിംഗ് ഈവന്റ് എടുത്ത് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഏതൊരു ചെറിയ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ ആത്മാർത്ഥതയായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ഗവൺമെന്റ് പ്രോജക്റ്റും കൂടി ആവുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വളരെ ദൈവത്തിനോട് നന്ദി പറയുന്ന ഒരു കാര്യം അതാണ്. ദുബായ് പോലുള്ള സ്ഥലത്ത് ഇപ്പോ ഷെഫുമാരെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ. നമുക്ക് എങ്ങനെ പോയി നോക്കിയാലും എത്രയോ നല്ല നല്ല നമ്മളെക്കാട്ടിലും ഒക്കെ നന്നായി ഉണ്ടാക്കുന്ന ഷെഫുമാരെ ഉണ്ട്. പക്ഷെ എന്നാൽ കൂടിയിട്ട് നമ്മുടെ കൈപുണ്യം ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, നമ്മളുടെ ഉണ്ടാക്കുന്ന ആ രീതി ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, നമ്മുടെ പാചകം ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഇന്നോവേറ്റീവ് റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി ദൈവം തരുന്ന സമയത്ത്, ഇത്രയും ചെറിയൊരു ടൈം പീരിയഡിൽ ഞാൻ എൻ്റെ ആ ഒരു എന്താ പറയാ വിനീസ് കിച്ചൺ ലൈസൻസോട് കൂടിയിട്ട് ഞാനത് ലോഞ്ച് ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഇത്ര വലിയ വലിയ പ്രോജക്ട്സ് ഒക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. വിളിക്കുന്ന ദൈവങ്ങളൊക്കെ നമ്മൾക്ക് വിളി കേട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ തേടി വരുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഒരു ഈവന്റ് നമ്മളെ തേടി വരുന്ന സമയത്ത് നമുക്കൊക്കെ ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ അതിനെ അത്രയും മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ്. ബിക്കോസ് കുറവില്ല. ദുബായ് പോലുള്ള സ്ഥലത്ത് നമുക്ക് അവർക്ക് ആൾക്കാരെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. എൻ്റെ അടുത്ത് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ തേടി വരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ എത്ര നന്നാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നാക്കി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ ബാക്ക് ടു ബാക്ക് ഞാൻ ബിസി ആയിരുന്നു. ഞാൻ ഒന്നാമത്തത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താണ് പറയാ, മക്കളും കണ്ണേട്ടനും എല്ലാവരും എവിടെയായിരുന്നു, ഞാൻ അബുദാബിയിലായിരുന്നു. എൻ്റെ ഡ്യൂട്ടി അവിടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് വർക്കിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഗസ്റ്റുകളല്ല, എല്ലാവരും അറബ്സ് ആണ്. അതുമാത്രമല്ല എന്താണ് പറയാ, എല്ലാവരും ലോക്കൽ എമിറാത്തീസ് ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സംഭവത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും എവിടെയും എനിക്ക് വരുത്താൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തെങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള സമയം എടുത്തിട്ട് പിടിക്കുക അങ്ങനെയൊന്നും പറ്റില്ല. നമുക്കൊരു ഫോൺ പോലും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഈവെന്റിൽ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ 250-300 പേരെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നത്. സോ 300 പേര് ആദ്യത്തെ, രണ്ടാമത്തെ ദിവസം 300 പേര്, 500 പേര്, അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ ബിഗ് ബാച്ച് കുക്കിംഗ്, ബിഗ് ബാച്ച് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ചെറിയ ചെറിയ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. സോ ആ ഒരു കോൺസെൻട്രേഷന്റെ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഫോക്കസ് എന്നുള്ളത് നമുക്ക് മാറാൻ പാടാതെ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു ലോങ് ഗ്യാപ്പ് വന്നത്. ഓക്കെ, പിന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾ വഴി അത് ഞാൻ പ്രൊസീഡിങ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് പെട്ടെന്ന് കയറിയിട്ടൊന്നും അതിന് നമുക്ക് അപ്രൂവൽ കിട്ടില്ല. നമുക്ക് ടേസ്റ്റിന് നമ്മൾ എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ നമ്മൾക്ക് എന്താണോ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അതിന്റെ ടേസ്റ്റ് ടെസ്റ്റിങ്ങിന് ആൾക്കാർ വീട്ടിലേക്ക് വരും. അതിലൊക്കെ നമ്മൾ പാസ്സാവണം. അപ്പൊ അതെല്ലാം അതിന്റെ പ്രൊസീഡിങ്സ് പ്രകാരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അതിന്റെ ഇടയിൽ കുറെ ഈവന്റ്സ് വന്നു. ഓക്കെ, അപ്പൊ ഈവന്റ്സിന് അവിടെ പോയി സാധനങ്ങൾ കൊടുക്കൽ മാത്രമല്ല, ഞാൻ അവിടെ പോയി വിളമ്പി കൊടുക്കണം എന്നുള്ള ഒരു രീതിയും കൂടി ഉണ്ടായിരുന്നു. സോ ഗോ ആൻഡ് സെർവ് എന്നുള്ള ഒരു പ്രോസസ്സും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള രീതിയിൽ ഉള്ള ബിസി കൊണ്ടാണ് ഞാൻ ഇത്ര ദിവസമായിട്ട് എനിക്ക് ഇടാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അണ്ടർഗ്രൗണ്ട് സപ്പർ ക്ലബ് ഡൈനിങ്സും എൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് മാർക്കറ്റിലേക്ക് പോകണം. എന്താ കാരണം എന്ന് വെച്ചാൽ നാളെ വലിയൊരു ദിവാലി ഈവന്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഈവന്റിന് ഭക്ഷണം ഉണ്ടാക്കണ ആ ഒരു ഫുഡിന് ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പോയി സാധനങ്ങളൊക്കെ നോക്കി വാങ്ങി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കണം. എന്താ വെച്ചാൽ നാളെ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും സെറ്റപ്പ് ആയിരിക്കണം. അപ്പൊ അതിന്റെ മുമ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കണം. സോ ഈ ഒരു തിരക്ക് കാരണം കൊണ്ട് മാത്രമാണ് മക്കളെ കുറച്ചൊന്ന് വിട്ടു നിൽക്കുന്നത്. ഒന്ന് ശ്വാസം വിടാൻ സമയം കിട്ടിയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും, അതായത് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് തരാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഷൂട്ട് ചെയ്ത് തരാനോ ഒന്നും തന്നെ അങ്ങനെയൊന്നും നിങ്ങൾക്കറിയാലോ, ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അപ്പൊ എനിക്ക് വൈകുന്നേരം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഇരുന്ന് കുറച്ച് ഒന്ന് റിലാക്സ് ആയിട്ടുള്ള രീതിയിൽ പോലും ഇരിക്കാൻ എനിക്ക് സമയമില്ല. എന്താ വെച്ചാൽ അടുത്ത ദിവസത്തേക്കുള്ള 300 പേർക്കുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് എഡിറ്റിങ് കാര്യങ്ങളൊന്നും നടന്നില്ല. അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ഇടാണ്ടിരുന്നത്. ഒന്നും തോന്നരുത്, ഒന്നും വിചാരിക്കരുത്. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, വിനി ടോട്ടലി വേറൊരു ലെവലിലേക്ക് ബിസി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് വന്നിട്ട് പറയൂട്ടോ, ഒന്ന് വന്നിട്ട് സംസാരിക്കൂട്ടോ, എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒന്ന് പോണതിന് മുമ്പ് ലിസ്റ്റ് എടുത്തിട്ട് ഒന്ന് മാർക്കറ്റിലേക്ക് പോണതിന് മുമ്പ് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കൂടെ ഉണ്ടാവും എല്ലാവരും എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരും അന്വേഷിക്കുന്നത് കാണുന്ന സമയത്തുള്ള സന്തോഷമാണ്. കുട്ടി എവിടെ പോയമ്മ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് എൻ്റെ കടമയാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു ലൈഫില് ഇന്ന് ഒരുപാട് പേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങളുടെ 20ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഒരു നല്ലൊരു ദിവസത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ എനിക്ക് റിയാലിറ്റി എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് 20 വർഷം മുമ്പ് 2004 നവംബർ 15 രാജീവ് പള്ളിപ്പാമടം എന്ന് പറയുന്ന ആളെ എൻ്റെ അച്ഛൻ കൈപിടിച്ച് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഞാൻ എൻട്രി ചെയ്യാൻ പോകുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണ് എന്ന്. ഓക്കെ, ഒരു കാട്ടിക്കൂട്ടലില്ല, ഒരു ഫാന്റസി ആയിട്ടുള്ള ഒരാളല്ല, ഒരു ഫാന്റസി ആയിട്ട് പ്രോമിസ് ചെയ്യുന്ന ഒരു ആളല്ല, ഇത് വാവ് ആനാക്കുന്നു അങ്ങനെയുള്ള ഒരാളല്ല. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. വളരെ എന്താ പറയുക, ലൈഫിനെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഇതൊക്കെ അഡ്ജസ്റ്റ് ആവാനും ആ ഒരു ബാക്കി കൂടെ കല്യാണം കഴിഞ്ഞ ആൾക്കാരെല്ലാവരും ആ ഒരു റൊമാൻറ്റിക് മോഡിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ലൈഫ് ഡയറക്റ്റ് ലൈഫിനെ നോക്കിയിട്ട് പോകുന്ന ആ ഒരു ഡിഫറൻസ് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല പാടുണ്ടായിരുന്നു. എനിക്കും അതെ, കണ്ണേട്ടനും അതെ. പക്ഷെ എനിക്ക് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലായി. ലൈക്ക് ഇങ്ങനെ ഒരാളാണ്, ഇങ്ങനെയാണ് കണ്ണേട്ടൻ, ഇങ്ങനെ വളരെ കാട്ടിക്കൂട്ടലൊന്നും ഇല്ലാത്തൊരു ആളാണ്, വളരെ പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ കാണുന്ന ഒരാളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായതോട് കൂടിയിട്ട് ഞാൻ ആ ഒരു കാര്യത്തിനെ അഡാപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ പഠിച്ചതോട് കൂടിയിട്ട് ഡയറക്റ്റ് ഹിറ്റ് ടു ലൈഫായിരുന്നു മൂപ്പർ എനിക്ക് കാണിച്ചു തന്നത്. അതായത് ദിസ് ഇസ് അവർ ലൈഫ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് നിനക്കെന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു ടക് 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 എന്നുള്ള ഒരാളായിരുന്നു. സോ അത് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടായിരുന്നു ഇനിഷ്യലി. പക്ഷെ അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, യെസ്, ഇന്ന് 20 കൊല്ലം
കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരുമിച്ച് വന്ന് ഇരുന്ന് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് പല രീതിയിലും പല വിട്ടുവീഴ്ചകളും രണ്ടുപേരും കൂടി ചെയ്തിട്ട് പോകുന്നത് തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള ശരി. ഓക്കെ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. ഓക്കെ, എന്താണ് പറയാ, ഇത്രയും കാലം എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും കണ്ണേട്ടന് വേണ്ടിയിട്ടും എന്റെ കരിയറിനെയും എന്റെ ബാക്കിയുള്ള എന്റെ എല്ലാ ആഗ്രഹങ്ങളും, എന്റെ കരിയറിനോടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഞാൻ വേണ്ടെന്ന് വെച്ച ഒരാളാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് അത് എന്റെ ചോയ്സ് ആയിരുന്നു. എന്താ കാര്യം വെച്ചാൽ, കണ്ണേട്ടന്റെ കരിയറിൽ കണ്ണേട്ടൻ ഗ്രോ ചെയ്ത് പോകുന്ന സമയത്ത് വളരെയധികം ട്രാൻസ്ഫറും അതും ഇതുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണേട്ടന്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ എന്റെ മക്കളെയും നോക്കിയിട്ട് ഞാൻ വളരെ ഇതായിട്ടുള്ള രീതിയിൽ പോവുക എന്നുള്ളത് ഞാൻ എടുത്ത തീരുമാനം തന്നെയാണ്. അത് വേറൊരാളും ആ ഒരു കോംപ്രമൈസ് ലെവലിലേക്ക് വേണ്ട, ഞാൻ തന്നെ അത് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ്. ആഫ്റ്റർ ആ ഒരു ലെവൽ കഴിഞ്ഞിട്ട് എന്റെ മക്കളൊക്കെ ഒന്ന് വലുതായി എന്ന് കണ്ട സമയത്ത് ഞാൻ കണ്ണേട്ടനോട് പോയി പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്കിനി എന്റേതായിട്ടുള്ള രീതിയിൽ എനിക്കൊന്ന് മുന്നോട്ടേക്ക് പോകണം എന്നുണ്ട്, എന്റെ കരിയർ എനിക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട്. ഞാൻ വളരെ പുറകോട്ടാണ് ഇപ്പൊ കരിയറിൽ. ബിക്കോസ് ഞാൻ ഓൾറെഡി എന്താ പറയാ 17 കൊല്ലത്തോളം ഞാൻ എൻ്റെ കരിയറിനെ വേണ്ടാന്ന് വെച്ചു. ഞാൻ എൻ്റെ പാചകം, എൻ്റെ ഷെഫ് എന്നുള്ളൊരു ആഗ്രഹത്തിന് ഞാൻ വേണ്ടാന്ന് വെച്ചൊരു ആളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണേട്ടനോട് പോയി പറഞ്ഞതാണ്, എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ മക്കളൊക്കെ ഒന്ന് സെറ്റിലായി, എല്ലാം കൊണ്ടും ഓക്കെയാണ്, ഇനിയെങ്കിലും ഞാൻ എൻ്റെ കരിയറിനെ ഞാനൊന്ന് നോക്കിക്കോട്ടെ കണ്ണേട്ട എന്ന് ചോദിച്ച സമയത്താണ് കണ്ണേട്ടൻ പറഞ്ഞത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണെന്ന് എൻ്റെ ലൈഫിൽ, നിനക്കത് എടുക്കാം, നിനക്കത് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം, ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഈ പറയുന്ന ഓരോ പ്രോജക്റ്റിന്റെ സമയത്തും അവരെല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കണ്ണേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു അപ്രോച്ചും അതിനു വേണ്ടിയിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കണ്ണേട്ടനും കൂടെ ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. സോ ഈ ഒരു 20 ഇയേഴ്സിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്താ വെച്ചാൽ, എന്താ പറയാ, ആ ഒരു ഫാന്റസി ആയിട്ടുള്ള രീതിയിലുള്ള ജീവിതത്തിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ആ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം. ബിക്കോസ് അതിൽ ഒരു തെറ്റില്ല. ആദ്യമൊക്കെ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് വളരെ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. എന്താ വെച്ചാൽ ഇറ്റ്സ് റിയൽ. കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള റിയാലിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അല്ലാതെ വേറെ ഒരു കാട്ടിക്കൂട്ടലും അവിടെ ഇല്ല, വേറൊരു ഹിഡൻ അജണ്ട അവിടെ ഇല്ല. അപ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. പിന്നെ ബിസി ആയിരുന്ന വേറൊരു കാര്യമുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, മനുവിന് ഇതാപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അവൻ പോവുകയാണ്. ഇത് ലാസ്റ്റ് ഇയർ ആണ്, ഇയർ 13 ആണ്. അപ്പോൾ അവൻ യൂണിവേഴ്സിറ്റിയുടെ പോകുന്നതിൻ്റെ ഡോക്യുമെന്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ അവൻ ഒരുപാട് യൂണിവേഴ്സിറ്റി അവനാക്കി വെച്ചിട്ടുണ്ട്, അതായത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ, അതിനു വേണ്ട നമ്മൾ ഒരു കൗൺസിലറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പ്ലസ് അതിന് ഓരോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ട എൻട്രൻസ് എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ, അപ്പൊ അതിന്റെ പിന്നാലെയും കുറെ ഉണ്ടായിരുന്നു. ബിക്കോസ് അങ്ങോട്ട് പോവുക, അതെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അവൻ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ പോവാറായി. ഇപ്പൊ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അവൻ സെലക്ട് ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അവനെ കൊണ്ടാക്കണം. ജൂൺ ജൂലൈ എന്ന് പറയുന്നത് ഇതാ വരും. അപ്പോൾ അങ്ങനെ ഒരു പറവ അമ്മക്കളുടെ അടുത്തുനിന്ന് പറക്കാറായി. അവൻ പോണേന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പാടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാനസികമായിട്ട് തളരും എന്നുള്ളത് എനിക്ക് 100 അല്ല 200% ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉറപ്പാണ്. ബിക്കോസ് മനു എന്ന് പറയുന്നത് അത്രയും എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്.
അതൊരു അമ്മ മോൻ എന്നുള്ള ഒരു സ്ഥാനത്തിനെക്കാട്ടിലും കൂടുതൽ ഞാൻ അവനായിട്ട് വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞ ഒരു കാര്യമാണ്, അവൻ പോകുന്നതിന് മുമ്പ് ഞാൻ ബിസി ആവണം. അവൻ പോകുന്നതിന് മുമ്പ് ഞാൻ ബിസി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വല്ലാണ്ട് തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും, അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടെന്നുണ്ടെങ്കിലും സത്യാവസ്ഥ എനിക്കറിയാം. എൻ്റെ കുട്ടി പോണം, അവൻ പഠിക്കണം, എല്ലാ അമ്മമാർക്കുള്ള ദുഃഖം തന്നെയാണിത്, എല്ലാം എനിക്കറിയാം. പക്ഷെ അവനവൻ്റെ ലൈഫിൽ വരുന്ന സമയത്ത് ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കുന്ന പോലെയല്ല, അതും എനിക്കറിയാം. അപ്പോൾ എവിടെയാണെങ്കിലും എൻ്റെ കുട്ടി സേഫായിരിക്കണം എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ വരും എപ്പോഴും തന്നെ കാണാൻ, അതുകൊണ്ട് വിട്ടു നിൽക്കണമെന്നൊന്നും നീ വിചാരിക്കണ്ട. അവന് നല്ല വിഷമമുണ്ട്, അവൻ കാണിക്കുന്നില്ല, പക്ഷെ ഞാനും കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ബിസി ആയതുകൊണ്ടാണ് നിങ്ങളായിട്ട് വന്ന് 10-15 ദിവസത്തോളം ഗ്യാപ്പ് വന്നത്. അതായത് ഇനി കുറച്ച് ശ്വാസം വിടാനുള്ള സമയം 2-3 ദിവസം ഉണ്ടാവും, ഞായറാഴ്ച കഴിഞ്ഞാലുണ്ടാവും. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയാണോ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടും ഞാൻ കേട്ടാട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഓരോ വീഡിയോ വരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. നിങ്ങൾ കാണും എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കമൻസിലിടുക, വായിക്കാം ഞാൻ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. So then take care and bye-bye.